ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പെറ്റൂണിയ ചെടി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയായിട്ട് മാറിയിരിക്കുകയാണ്. അത് നാടൻ പെറ്റൂണിയ. നമുക്ക് കൂടുതൽ പരിചരണമൊന്നും പെട്ടെന്ന് കേടാകുകയൊന്നും ചെയ്യാത്ത നാടൻ പെറ്റൂണിയ. അത് നമുക്ക് എങ്ങനെ വളർത്താമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വിത്തിട്ട് അത് മുളപ്പിക്കുന്നതാണ് കുറച്ച് ശ്രമകരമായ ജോലി. അത് മുളച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ വളർന്നോളും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ കാണുക, അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് വിത്തൊക്കെ ഇട്ട് ഒരുവിധം ഈ പരുവമാകുമ്പോൾ നമുക്ക് പോട്ടിംഗ് ട്രേയിലോട്ട് മാറ്റി നടുകയാണ് വേണ്ടത്. പിന്നീടുള്ള വളർച്ച വളരെ പെട്ടെന്നായിരിക്കും നമ്മുടെ ഈ പെറ്റൂണിയയ്ക്ക്. അപ്പോൾ പെറ്റൂണിയ നല്ല രീതിയിൽ നമുക്ക് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ കിട്ടുകയും, ഇതെല്ലാം മിക്സഡ് പെറ്റൂണിയാണ്. അതിനുശേഷം നമുക്ക് ഈ സീഡ്ലിംഗ് ട്രേയിൽ ഒരു പരിധിയുണ്ട് അതിൻ്റെ വളർച്ചയ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ പേപ്പർ ഗ്ലാസ്സുകളിലോ കവറുകളിലോ ഒക്കെ ആക്കി കൊടുക്കാം. അതിനു മുമ്പ് പേപ്പർ ഗ്ലാസ് ഇതുപോലെ നല്ല ഹോളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നടുവാൻ ശ്രമിക്കുക. ഒത്തിരി പേര് ഈ പെറ്റൂണിയ വിത്തുകൾ വാങ്ങി മുളപ്പിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതിൽ ഞാൻ പോട്ടിംഗ് മിശ്രിതമായിട്ട് ഉപയോഗിക്കുന്നത് ചകിരിച്ചോറ് കമ്പോസ്റ്റാണ്. ചകിരിച്ചോറ് കമ്പോസ്റ്റ്, അതുപോലെ മണ്ണിര കമ്പോസ്റ്റ്, ഇത് മണ്ണ് ഇത്രയും കൂടി മിക്സ് ചെയ്താണ് ഞാനിത് നടാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രേയിലിരിക്കുന്ന പെറ്റൂണിയ തൈകൾ ഇതുപോലെ അതിൻ്റെ വേരൊന്നും പൊട്ടാതെ നല്ല അടിഭാഗത്ത് നിന്ന് തന്നെ ഇളക്കിയെടുത്ത് നമുക്കിത് പേപ്പർ കവറുകൾ നട്ടുകൊടുക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്തതാണെങ്കിലും എല്ലാം മുളച്ച് കിട്ടിയപ്പോൾ എനിക്ക് ആവശ്യമായി വീണ്ടും ഞാൻ കുറേ വിത്തുകൾ കൂടി വാങ്ങി അങ്ങനെ നട്ട് എല്ലാ വിത്തുകളും കിട്ടി. അപ്പോൾ ഒത്തിരി തൈകളായി കഴിഞ്ഞു. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇത് നട്ടപ്പോൾ ഒരു നഴ്സറിക്കാരൻ ഇത് ആവശ്യപ്പെട്ടു, അവരെടുത്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിതെല്ലാം കൂടി കവറിലാക്കി വെച്ചു. ഞാനിതൊരു തമാശയ്ക്ക് ചെയ്തതാണ്, തുടങ്ങിയതാണ്. ഈ പെറ്റൂണിയ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് പേര് ഇത് നട്ടിട്ട് പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ ഇട്ടതെന്ന് കണ്ടുകൊണ്ട് ഞാൻ പല രീതിയിൽ നട്ട് അങ്ങനെ വിജയം നേടിയ ഒരു സംരംഭമാണ്. അവസാനം ഇത് വിൽപ്പനയ്ക്കായിട്ട് തയ്യാറായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഓൺലൈനിലൊന്നും കൊടുക്കുന്നില്ല. ഒരു നഴ്സറി, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നഴ്സറി ഉണ്ട്. അപ്പോൾ അവിടെ അവരാവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇടയ്ക്ക് ഈ സ്യൂഡോമോണാസ് ചേർത്ത വെള്ളമാണ് ഞാൻ കൊടുക്കുന്നത് ഇതിന്. അതുകൊണ്ട് തന്നെ കൂടുതൽ അസുഖങ്ങളൊന്നും ഇതിന് വന്നിട്ടില്ല. പിന്നെ കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോകും, സമയത്ത് വെള്ളം ഒഴിക്കാതിരുന്നാൽ വാടിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അല്ലാതെ എല്ലാം നല്ല ശക്തിയായിട്ട് തന്നെ വളരുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വളർന്നതിന് ശേഷം ഞാൻ NPK ഉപയോഗിച്ചു. NPK ഒരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ അതിൻ്റെ ചുവട്ടിൽ കൊടുക്കുകയും ചെയ്തപ്പോൾ നല്ല രീതിയിൽ അത് വളർച്ചയുണ്ടായി. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് നല്ല രീതിയിൽ ബലം വയ്ക്കുകയും ഒരുപാട് ശാഖകൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഒരു പെറ്റൂണിയ തൈ തന്നെ നമുക്ക് ഒരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ബുഷായിട്ട് ആ ചട്ടി ഫുള്ളായിട്ട് നിറയത്തക്ക രീതിയിൽ നമുക്ക് പിടിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ തലനുള്ളി വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമല്ല, ഒരു 5-6 പ്രാവശ്യമെങ്കിലും തലനുള്ളി വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബ്രാഞ്ചസൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ ഇത് ബുഷിയായിട്ട് വളർന്നു വരുന്നതാണ്. ഞാൻ അങ്ങനെ നട്ട ഒരു പെറ്റൂണിയാണ് ഈ ചട്ടിയിൽ കാണുന്നത്. ഇതിപ്പോൾ ഒത്തിരി ബ്രാഞ്ചസുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ചട്ടി ഫുള്ളായിട്ട് നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്ക് നട്ട് കൊടുത്തിട്ട് തലപ്പ് നുള്ളി കൊടുത്താൽ നല്ല രീതിയിൽ വളർന്നു വരും. ഇനിയും വേണമെങ്കിൽ ഇതിൻ്റെ തലപ്പ് നുള്ളിയാൽ വീണ്ടും ഇത് വരും. പക്ഷേ ഞാനിത് ഇനി നുള്ളുന്നില്ല, കാരണം പൂക്കളൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ ഒരു ആകാംക്ഷ, എന്തൊക്കെ കളർ പൂക്കളുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. എൻ്റെ മുട്ടയ്ക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. ഇതെല്ലാം അതിന് നഴ്സറിയിലേക്ക് എത്തിക്കണം. ഇതിനെല്ലാം ഇപ്പോൾ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പൂ വന്നെങ്കിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഓൺലൈൻ വഴിയൊന്നും ഞാൻ അയച്ചു കൊടുക്കുന്നില്ല, അതിനുള്ള റിസ്ക്കൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ സത്യത്തിൽ ഇത് ഒരു നേരം പോക്കിനായിട്ട് തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ ഇത് ഒരു വരുമാനം കൂടി ആണ് എന്ന് തോന്നുന്നു. ഈ കാണുന്നതൊക്കെ നല്ല രീതിയിൽ ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. തലപ്പെല്ലാം നുള്ളി വിട്ടുകൊടുത്താണ് ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് എനിക്ക് ഡബിൾ പെറ്റൂണിയയും അതുപോലെ ഹൈബ്രിഡും ഒന്ന് പരീക്ഷിക്കണം. അത് വാങ്ങിയതിന് ശേഷം കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്.
അപ്പോൾ കവറിൽ വെച്ചതിലൊക്കെ ചിലതിലൊക്കെ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വിൽപ്പനയ്ക്കായിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് പെറ്റൂണിയ ഞാൻ ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പൂക്കളായി വരുന്നുണ്ട്. 3-4 കളർ പൂക്കൾ ഏകദേശം ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഏതൊക്കെ പൂക്കൾ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് ഇത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.